ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലാവിസ് ഡിസൈൻസ് കണ്ണൂർ. ഇന്നൊരു പ്രോഡക്റ്റ് വീഡിയോ ആയിട്ടല്ല വന്നേക്കുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ. എല്ലാവരും എന്താ പറയുക, ഒരു ഇൻ്റർനാഷണൽ വുമൻസ് ഡേ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഞാൻ ഓർത്ത് നമ്മളുടെ ഷോറൂമിലുള്ള എല്ലാവരെയും നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഒന്ന് രണ്ട് പേര് ലീവാണ്, എന്നാലും ഉള്ളവരെ എല്ലാവരും പരിചയപ്പെടുത്തി തരാം. എന്നെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എന്നാലും ഞാൻ പറയാണ്, എൻ്റെ പേര് ലാവണ്യ ആൽബി. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളുടെ ഓരോരോ സ്റ്റാഫിനെ നിങ്ങൾക്ക് പരിചയപ്പെടാം. ഇത് പേര് പറഞ്ഞോ, മൈക്ക്. ഉഷ അല്ലേ? ഈ ഫീൽഡിൽ എത്ര നാളായി? ഈ ഫീൽഡിൽ 25 വർഷം. 25 വർഷമായിട്ട് ഈ ടെക്സ്റ്റൈൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഉഷ ചേച്ചി. വീടിൻ്റെ അടുത്ത് തന്നെയാണ് പള്ളിക്കുന്ന്. നമ്മൾ തളാപ്പിലാണെങ്കിൽ പള്ളിക്കുന്നാണ് ഉഷ ചേച്ചിയുടെ വീട്. നെക്സ്റ്റ് ബിന്ദു ആണ്. പറഞ്ഞ ബിന്ദു എത്ര നാളായി ഈ ഒരു ഫീൽഡിൽ? 15 വർഷമായി. വീട് പാപ്പിനിശ്ശേരി. നമ്മുടെ ഷോപ്പിൽ നിന്ന് കുറേ പോകണം അല്ലേ? രാവിലെ എത്ര മണിക്ക് ഇറങ്ങണം വീട്ടിൽ നിന്ന്? 8 മണിക്ക് ഇറങ്ങണം. അപ്പൊ തന്നെ ചിന്തിക്കാലോ വീട്ടിൽ എത്ര മണിക്ക് എണീക്കുന്നുണ്ടാവും. നെക്സ്റ്റ്, എൻ്റെ പേര് സൂര്യ. 15 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ദൂരമുണ്ട് ഇവിടുന്ന് നമ്മുടെ ഷോപ്പിൽ നിന്ന്. 2 ബസ് കയറണം. 2 ബസ് കയറണം. 8:15 വീട്ടിൽ നിന്ന് പുറപ്പെടും. 8:15 വീട്ടിൽ നിന്ന് പുറപ്പെടും. ഇത് ഷാനിയ നമുക്ക് ഏകദേശം ഒരു 3 വർഷമായി അല്ലേ? 3 വർഷമായിട്ട് നമ്മളുടെ ഡിസൈനിങ് ഷോപ്പിൽ, നമ്മളെ ലാവിസ് ബൊട്ടിക്കിലെ ഡിസൈനറാണ്. അപ്പം വീട് പള്ളിക്കുന്ന്. അത് നമ്മളെ ഷോപ്പിൽ നിന്ന് അത്രേ ദൂരമുള്ളൂ, 2-3 സ്റ്റോപ്പുള്ളൂ. ഇത് വന്നേക്കണത് സുനൈന. ക്യാമറ അവിടെ വെച്ചോണ്ട് കുറച്ചും കൂടെ ഫ്രണ്ടിൽ വന്ന് കാണാൻ പറ്റും. സുനൈന എവിടെയാ വീട്? കണ്ണാടിപ്പറമ്പ്. നമ്മളെ ഷോപ്പ് തളാപ്പാണെങ്കിൽ അത്യാവശ്യം നല്ല ദൂരമുണ്ട് കണ്ണാടിപ്പറമ്പ്. 9 മണിയുടെ ഡ്യൂട്ടിയാണ്. നമ്മളെ ടൈലറിങ് സ്റ്റാഫാണ്, സ്റ്റിച്ചിങ് സ്റ്റാഫാണ് സുനൈന. അടുത്തത് മുമ്പിലേക്ക് വാ, ചിത്രലേഖ. സുനൈന ഈ ഫീൽഡിൽ എത്ര നാളായി, എത്ര വർഷമായിട്ടുണ്ടാവും? 12 വർഷമായിട്ടുണ്ട്. ചിത്രലേഖ 1 വർഷം ആവുന്നേ ഉള്ളൂ. പക്ഷെ മുമ്പും പല സ്ഥലങ്ങളിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഷോപ്പിൽ 1 വർഷം കഴിഞ്ഞല്ലേ? വീട് എവിടെയായിട്ടാ? എടച്ചൊവ്വ. നമ്മളെ ഷോപ്പിൽ നിന്നും കുറച്ചധികം ദൂരമുണ്ട്. അടുത്തത് ധന്യാണ്. അത്യാവശ്യം നമ്മളുടെ പ്രോഡക്റ്റ് വീഡിയോ എല്ലാം വീഡിയോ എടുക്കുന്നത് ധന്യാണ്. ഈ ഫീൽഡിൽ എത്ര വർഷമായി? 15 വർഷമായിട്ട് ഈ ഒരു ടെക്സ്റ്റൈൽ ഫീൽഡിൽ തന്നെ പല പല കമ്പനികളിലും, ബ്രാൻഡഡ് കമ്പനിയിലും, എല്ലാ കമ്പനിയിലും വർക്ക് ചെയ്യുന്ന ആളാണ് ധന്യ. വീട് പള്ളിക്കുന്ന്. നമ്മളെ ഷോപ്പിന്റെ അടുത്താണ്. അടുത്താരാണ്? ഫ്രണ്ടിലേക്ക് വന്നോ. ഷൈന. കൊറ്റാളി വീട്. നമ്മളെ ഷോപ്പിൽ നിന്നും അത്യാവശ്യമൊക്കെ 2 വീലർ ഉണ്ട്. ആള് കുറെ നാൾ ഗൾഫിലൊക്കെ ആയിരുന്നു. അപ്പൊ കോവിഡ് എല്ലാം ആയിരുന്ന സമയത്ത് വലിയൊരു ട്രാജഡി ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയ ഒരാളാണ് അല്ലേ? കുറെ ബിസിനസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് ആ കോവിഡോട് കൂടിയിട്ട് വലിയ ഇഷ്യൂല് വന്ന് എല്ലാം നഷ്ടമായി എന്ന് തന്നെ പറയാം. ലക്ഷക്കണക്കിന് രൂപ നഷ്ടമായി. അവസാനം ഫാമിലി അടക്കം ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു. ശരിക്കും നമ്മളുടെ ഷോപ്പിൽ വർക്ക് ചെയ്യേണ്ട ആളൊന്നുമല്ല, സ്വന്തം ഷോപ്പ് എടുത്ത് ഒരു മുതലാളിയായിട്ട് നടക്കേണ്ട ഒരാളാണ്. പക്ഷെ നമ്മൾ എല്ലാവർക്കും അറിയാം, നമ്മളെന്താ പറയാ, ഒരു ഇത് അല്ലേ? വീട് അത്യാവശ്യം 2 വീലർ ആയതുകൊണ്ട് ഏത് ടൈമിൽ പോയിട്ട് വരാം. അടുത്ത ആളാരാ? ഫ്രണ്ടിലോട്ട് വന്നോ. അടുത്തത് തളാപ്പിലാണ്. പക്ഷെ ആള് ബേസിക്കലി തമിഴാണ്. എവിടെ? തമിഴ്നാട് പറഞ്ഞോ? മധുരയിലാണ്. പക്ഷെ വർഷങ്ങളായിട്ട് അച്ഛനും അമ്മയും ഇവിടെ തന്നെ, കണ്ണൂർ തന്നെയാണ്. അപ്പൊ ഇവിടെ വന്ന് ഇപ്പൊ ഇവര് ഏകദേശം സെറ്റിൽ ആവാൻ പോകുന്നു. അച്ഛൻ നന്നായിട്ട് ഫുഡെല്ലാം ഉണ്ടാക്കുന്ന ആളാണ്, കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്നത് വീട്ടിൽ തന്നെ. അതുകൊണ്ട് ആളെ കണ്ടാൽ തന്നെ അറിയാം. അനിയനും ചേച്ചിമാരെല്ലാരും കുറച്ച് ഗുണ്ടൂസുകളാണ്. നമുക്ക് അത്യാവശ്യം ലഞ്ചൊന്നും ഇല്ലാത്ത സമയത്ത് അച്ഛനായിരിക്കും നമുക്ക് കൊണ്ടുവന്ന് തരും. നല്ല നല്ല ഒരു തമിഴ് ടച്ചുള്ള ഫുഡുകളൊക്കെ നമുക്ക് അതുകൊണ്ട് ധൈര്യമായിട്ട് കിട്ടാറുണ്ട്. വീട് അടുത്താണ്, നടക്കേണ്ട ദൂരമേ ഉള്ളൂ. ഷോപ്പ് എത്ര ടൈം ആയാലും പുള്ളിക്കാരിക്ക് നടന്നു പോകാന്നുള്ളൂ. അപ്പം ഞാൻ പോകുന്ന വഴിയാണ്ട് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് പോവുക. നെക്സ്റ്റ് ആരാണ്? പിന്നെ സൽമ. ഇപ്പം അത്ര വയസ്സായിട്ടുള്ളൂ, 18 വയസ്സേ ഉള്ളൂ. ജസ്റ്റ് ചെറിയൊരു എക്സ്പീരിയൻസ് ഉള്ളൂ അല്ലേ ഈ ഫീൽഡിൽ. ഇത് പ്രിൻസി. പറഞ്ഞ പേരെന്താ? എൻ്റെ പേര് പ്രിൻസി. നാട് ചാലാടുന്നാ വരുന്നത്. ശരിക്കും നാട് കാലിക്കറ്റ് ആണ്, കോഴിക്കോട്. പക്ഷെ ഇപ്പോൾ നമ്മളിവിടെ സ്വന്തം വീടായി ഇപ്പോൾ കണ്ണൂർ സെറ്റിലായിട്ട് ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഫീൽഡിൽ അത്ര ആയിട്ടുള്ളൂ അല്ലേ? 6 months ആയിട്ടുള്ളൂ. ഓക്കെ. അടുത്തതാരാ? മുമ്പിലേക്ക് വന്നോ. ഒരാള് ഇന്നിപ്പോ നമ്മൾ സ്റ്റാൻഡിൽ വെച്ചിട്ടാ വീഡിയോ എടുത്ത. ഒരാൾ പോയി നോക്കിക്കോ നമ്മളെ റെക്കോർഡ് കിട്ടുന്നുണ്ടോന്ന്. പോകുന്നില്ലേ? എല്ലാരും കിട്ടുന്നില്ലേ? ഓക്കെ. അടുത്തത് തുഷാര. ഞാൻ 5ാം വീഡിയോയിലാണ്. 5ാം വീഡിയോയാണ്. അത്യാവശ്യം നല്ല ദൂരാണ്. നമ്മളെ കണ്ണൂരിലെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ടൈമിലും ബസ് ഉണ്ടാവില്ല. ചില ഏരിയയിലൊക്കെ ഒരു ടൈം ബസ് കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല.
അപ്പോൾ ലേഡീസ് സ്റ്റാഫിനൊക്കെ 2 വീലറൊക്കെ യൂസ് ചെയ്യാത്ത ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ആ ടൈം കഴിഞ്ഞാൽ പിന്നെ ഷോപ്പിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് തുഷാരനെ ആ ടൈം ആകുമ്പോൾ നമ്മളെല്ലാവരും ഓർമ്മിപ്പിക്കുക ചെയ്യുക. 7:40 തുഷാര ഇവിടെ നിന്ന് പോകുന്നത്. 7:40 ബസ് കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല അല്ലേ? അത്യാവശ്യം നല്ല ദൂരമാണ്. രാവിലെ 9:30 ടൈം. എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും? വീട്ടിൽ നിന്ന് 8:30 8:30 ഇറങ്ങും. അപ്പോൾ ആ ഒരു ഓട്ടപ്രദക്ഷിണത്തിലാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നമ്മളെ ഷോറൂമിലെ എല്ലാവരും നിങ്ങൾ പരിചയപ്പെട്ട് നമുക്ക് വേറെയും 3-4 സ്റ്റാഫുണ്ട്. 1-2 ഇന്ന് വുമൺസ് ഡേ ആണ്. അതുപോലെ തന്നെ ശിവരാത്രി ആയതുകൊണ്ട് അമ്പലം കാര്യങ്ങളൊക്കെ ആയിട്ട് 3-4 പേര് ലീവാണ്. പക്ഷെ അവരൊക്കെ ഈ വീഡിയോ കാണും. അപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നാൽ മൈക്ക് പിടിച്ചോ. അപ്പോൾ ഇന്ന് നമ്മൾ പൊതുവെ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചത് എന്തായിരിക്കും? എല്ലാവരുടെ ഫോണിലും നിങ്ങൾക്ക് വന്നേക്കണ എന്താ? ഹാപ്പി വുമൺസ് ഡേ. അതുപോലെ തന്നെ അത്യാവശ്യം ഇന്നൊരു 95% ആൾക്കാരുടെയും ഫോൺ എടുത്ത് നോക്കിയാൽ നമ്മളെ സ്റ്റാറ്റസ് എല്ലാം വുമൺസ് ഡേ ആണ്. ഇന്ന് മിക്കവാറും അത്യാവശ്യം അനിയത്തിമാരുടെ കൂടിയും വൈഫിൻ്റെ കൂടിയും അമ്മമ്മേൻ്റെ കൂടിയും അമ്മയുടെ കൂടെയൊക്കെ സ്റ്റാറ്റസ് ആയിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഐസ്ക്രീം പാർലറിൽ ചിലർ ഫിലിമിന് തിയേറ്ററിൽ പോയിട്ടും എല്ലാവരും എടുത്ത ഫോട്ടോസ് ആയിരിക്കും. സ്റ്റാറ്റസ് മുഴുവൻ നാളെ വരെ അതന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇന്ന് എനിക്കും കുറേ മെസ്സേജ് വന്നു. ഞാൻ റിപ്ലൈ കൊടുക്കുന്നേ ഉള്ളൂ. കുറച്ച് ഇങ്ങോട്ട് നിന്നോ. എന്നെ എല്ലാവരും കാണുന്നതല്ലേ, നിങ്ങളെല്ലാം എല്ലാവരും കാണട്ടെ. എന്നെ അത്യാവശ്യം എല്ലാ വീഡിയോയിലും കാണുന്നതല്ലേ. അപ്പം ഇന്നിപ്പോൾ കുറേ പേർക്ക് റിപ്ലൈ കൊടുക്കാനുണ്ട്. അപ്പോൾ കൊടുത്തതിൽ കുറച്ച് പേർക്കൊക്കെ കൊടുത്തു. കൂടുതൽ എനിക്ക് ഇതുവരെ മെസ്സേജ് ഇടാത്ത കുറേ നമ്മളെ കസ്റ്റമേഴ്സ്, നമ്മളെ പാർട്ടീസ്, നമ്മൾ മീൻസ് മാനുഫാക്ചേഴ്സും അതുപോലെ തന്നെ നമ്മളെ ബാങ്ക്, നമ്മൾക്ക് കുറച്ച് ഈ ബിസിനസ്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജെൻസാണ് കൂടുതലും മെസ്സേജ് ഇട്ടേക്കണത്. ഹാപ്പി വുമൺസ് ഡേ. പല വാക്കുകളാണ് ഇന്ന് വുമൺസ് ഡേക്ക് വന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഡിക്ഷണറി ഗൂഗിളിലൊക്കെ തപ്പിയിട്ടാണ് മീനിങ് മനസ്സിലായത്. കാരണം വുമൺ അങ്ങനെയാണ്, വുമൺ ഇങ്ങനെയാണ്, എന്തെല്ലോ ഇട്ടിട്ടുണ്ട്. എനിക്കൊന്നും അറിയാം. ചിലതൊക്കെ ഞാൻ എൻ്റെ മോളെടുത്താണ് ചോദിച്ചത്, എടാ ഇതിൻ്റെ മീനിങ് എന്താ? അവളോ എനിക്കറിയില്ല അമ്മ, ഡിക്ഷണറി നോക്കുക അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു. കാരണം അങ്ങനത്തെ കടുകട്ടി വാക്കുകളിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് വുമൺസ് ഡേക്ക് വുമണിനെ പറ്റി, സ്ത്രീയെ പറ്റി എല്ലാവരും ഇട്ടേക്കുന്നത്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ അടുത്തും, അത് ഈവൻ ജെൻസ് ആയാലും അതുപോലെ തന്നെ ലേഡീസ് ആയാലും, എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്, നിങ്ങളെല്ലാവരും ഹാപ്പി ആണോ? അതായത് എൻ്റെ ഇന്ന് ഇൻ്റർനാഷണൽ വുമൺസ് ഡേ ആണ്. എല്ലാ വുമൺസും ഹാപ്പി ആണോ? നിങ്ങളോട് തന്നെ ചോദിക്കുക ഹാപ്പി ആണോ എന്നുള്ളത്. എന്തുകൊണ്ട് ഹാപ്പി അല്ല? മേ ബി നിങ്ങൾ വിചാരിക്കും വീട്ടിൽ ഭയങ്കര പീഡനം, അതല്ല ഞാൻ ഉദ്ദേശിക്കണത്. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് സന്തോഷമാവാൻ വേണ്ടി ഇപ്പം ഞാൻ ഇന്നലെ മുതലേ ഇവരോട് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു, മാഡം നാളെ വുമൺസ് ഡേ ആണ്, ഇൻ്റർനാഷണലി കളറ് എന്താ പറയുക ഡിക്ലെയർ ചെയ്തേക്കണ പേർപ്പിളാണ്, നമ്മൾ കളർ നാളെ എല്ലാവരും പേർപ്പിൾ ഇട്ടോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു ഓക്കെ കളർ ഇട്ടു. ഓരോരോ ദിവസങ്ങൾക്ക് ഓരോ കളറാണ്. അപ്പോൾ നാളെ നമ്മൾ നല്ല കളറുകളൊക്കെ മീൻസ് പർപ്പിൾ കളർ ഇട്ടു, ഭയങ്കരമായിട്ടാക്കി. ഞാൻ ഫസ്റ്റ് അവരോട് ചോദിച്ചു നീ ഹാപ്പി ആണോ എന്ന് ചോദിച്ചു. ഞാൻ ഫസ്റ്റ് ചോദിച്ചത് തുഷാരയോടാണ്. ഇതാണ് തുഷാരയുടെ അടുത്ത് ഞാൻ ആദ്യം ചോദിച്ചത്. തുഷാര ചോദിച്ചു മാഡം നാളെ പർപ്പിളാണോ? എനിക്ക് പർപ്പിളില്ല, ഞാൻ ഇന്നൊരു കുർത്ത എടുത്തോട്ടെ, ഡിസ്കൗണ്ടിൽ തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്താ ചോദിച്ചത്, പർപ്പിൾ ഡ്രസ്സെല്ലാം ഇടാൻ വേണ്ടി വരട്ടെ, തുഷാര നീ ഹാപ്പി ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് മുകളിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരുന്നു. ഉടനെ അടുത്താൾ അത് കേട്ടിട്ട് ഞാൻ പ്രിൻസിയോട് ചോദിച്ചു, പ്രിൻസി നീ ഹാപ്പി ആണോ എന്ന്. അപ്പോൾ പ്രിൻസി ആരും ഫുള്ളായിട്ട് പറയുന്നില്ല, ഹാപ്പി ആണോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ മിണ്ടാണ്ടിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ, പക്ഷെ അത്യാവശ്യം ഇവിടെ വീട്ടിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, വലിയ പീഡനം അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇവർ ഹാപ്പി അല്ല. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ ഷോപ്പിൽ നിന്ന് ഭയങ്കര പണിയെടുത്ത് പീഡിപ്പിച്ചിട്ടാണെന്ന്, അതിപ്പോൾ ഓപ്പണായിട്ട് നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് ഇന്നലെ മുതലേ ചോദിച്ചത്, കാരണം ഇത് ഹാപ്പി ആണോ എന്ന് ചോദിക്കുമ്പോൾ പലർക്കും പല അഭിപ്രായമാണ്. കാരണം നമ്മൾക്ക് ഹാപ്പി ആവുമെന്ന് വെച്ചാൽ ഇപ്പം ആസ് എ ലേഡി എന്ന നിലയിൽ ഇപ്പം ഞാനൊരു പെണ്ണാണ്. ഇപ്പം നമ്മളെ ഫാമിലിയിലും അല്ലെങ്കിൽ ഇപ്പം അനിയത്തി, അമ്മ, മോള്, വൈഫ്, അമ്മമ്മ എല്ലാവരുടെ കാര്യം ഇപ്പം നിങ്ങളെല്ലാവരും ഇന്ന് ഇപ്പോൾ കൊളീഗ്സ്, ഇപ്പം നിങ്ങൾ ബാങ്കിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പല സ്ഥലത്ത് വർക്ക് ചെയ്യുന്നതാണ്, ഇന്ന് എന്തൊക്കെയോ സെലിബ്രേഷൻസ് നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ലഞ്ച്, അത് ഇതും ഈവനിങ് പാർട്ടീസും എല്ലാം വുമൺസിന് വേണ്ടി നടക്കുന്നുണ്ട്. എല്ലാവരും ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ എല്ലാവരും ഇന്ന് ഹാപ്പി വുമൺസ് ഡേ ചോദിക്കുന്നതിന് പകരമായിട്ട് ഫസ്റ്റ് ചോദിക്കുക ആർ യു ഹാപ്പി? നിങ്ങൾ ഹാപ്പി ആണോ? ഇതിലിപ്പോൾ ആർക്കാ ധൈര്യമായിട്ട് പറയാൻ പറ്റുക ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പി ആണെന്നുള്ളത്? കാരണം എന്ന് വെച്ചാൽ പല റീസണാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ലേഡീസ് നമുക്ക്
മീൻസ് എല്ലാ സ്ഥലത്തും നമുക്ക് പറയുന്നുണ്ട് ഗവൺമെന്റ് എല്ലാരും ഹാപ്പിയാണ്, 100% ഹാപ്പിയാ. സത്യം പറയണോ? 90% ഹാപ്പിയാണ്. ആരൊക്കെയോ നേരത്തെ മാറ്റി പറഞ്ഞതാണ്. ഇപ്പൊ ക്യാമറയിൽ വന്നപ്പോഴേക്കും എല്ലാരും വിധം മാറിയിട്ടുണ്ട്. ഓക്കെ. കാരണം സൂര്യേച്ചി, ഇതിപ്പോ സൂര്യ എന്ന് പറഞ്ഞ ചേച്ചിയാണ്. സൂര്യേച്ചി ഹസ്ബൻഡ് മരിച്ചുപോയി, 2 മക്കളുണ്ട്. അവർക്ക് ഒരാൾ കല്യാണം കഴിഞ്ഞു, സെറ്റിൽഡ് ആണ്, പ്ലസ് ഒരു മോനുണ്ട്. മോൻ വർക്ക് ചെയ്യാണ്. കാരണം നമ്മളുടെ ഷോപ്പിൽ എന്ന് പറയുകയാണെങ്കിൽ എല്ലാ ഏജ് കാറ്റഗറി, ഏറ്റവും ചെറുതെന്ന് പറയുകയാണെങ്കിൽ സൽമ 18 വയസ്സ്. ബാക്കി എല്ലാവരും, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 60-62 വയസ്സ് വരെയുള്ള സ്റ്റാഫ് എൻ്റെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം എനിക്കറിയാം. പിന്നെ വേറെന്ന് വെച്ചാൽ ഇപ്പം എപ്പോഴും ചിന്തിക്കുക, ഇപ്പോൾ ഒരു ലേഡി അല്ലെങ്കിൽ ഒരു വുമൺ നമ്മൾ പുറത്തിറങ്ങിയിട്ട്, ഏതൊരു പ്രായമായിക്കട്ടെ, അവർ പുറത്തിറങ്ങിയിട്ട് ജോലി തേടുവാണെങ്കിൽ, കാര്യം അവരെന്തുകൊണ്ട് തേടുന്നു? ഇപ്പോൾ നിങ്ങൾ പറയും വീട്ടിൽ കഷ്ടപ്പാടായിരിക്കാം, അത് പല റീസണാണ്. കാരണം ചിലപ്പോൾ വീട്ടിൽ സാമ്പത്തികമായിട്ട് കുറച്ച് ബാക്കൗട്ടായിരിക്കാം. പിന്നെ ചിലർക്കെന്ന് വെച്ചാൽ എന്താ, അവരുടെ ഒരു പാഷനാണ്. കാരണം വെറുതെ ഇരിക്കാൻ ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ എന്താ മീൻസ് ചിലർ പറയും, ഇവിടെ നിനക്ക് അത്യാവശ്യം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, നിനക്ക് എന്തിൻ്റെ ഒരു കുറവ്? നീ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അങ്ങനെയല്ല, ഇപ്പം നിനക്ക് എന്തിൻ്റെയും കുറവുണ്ടോ? അന്ന് നീ ജീവിച്ച പോലെയാണോ ഇന്ന് നീ ജീവിക്കുന്നത്? നിനക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരുന്നില്ലേ? എല്ലാം ഞാൻ എനിക്ക് സാധിച്ചു തരുന്നില്ലേ? പിന്നെ നീ എന്തിന് ജോലിക്ക് പോകുന്നു? പക്ഷേ ചിലവർക്ക് ഈ പൈസ കിട്ടിയിട്ട് ഭയങ്കര ഉണ്ടാക്കാനൊന്നല്ല. കാരണം ഫുൾ ടൈം വീട്ടിലിരിക്കുന്നതിന് ഒരു മാറ്റം. കാരണം നമ്മൾ പുറത്തിറങ്ങി എല്ലാവരോടും സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഹാപ്പിയാവും. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ സ്വന്തമായിട്ട് ഒരു ചെറിയൊരു പൈസ വരുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. കാരണം അതുകൊണ്ട് നമുക്ക് വലിയ മലമറിക്കണമെന്ന് ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടല്ല, ശരിയല്ലേ? സ്വന്തമായിട്ട് ഒരു പൈസ കയ്യിലുണ്ടാകുമ്പോൾ നമുക്കതൊരു സന്തോഷം വേറെ തന്നെയാണ്. ശരിയാണ്, ഹസ്ബൻഡ് ആണെങ്കിൽ അച്ഛനാണെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് നിങ്ങൾ എത്ര പൈസ ചോദിച്ചാലും തരും. പക്ഷെ എന്നാലും നമ്മളെ കയ്യിലുണ്ടാകുമ്പോൾ അതിൻ്റെ സന്തോഷം വേറെ തന്നെയല്ലേ? ആ ഒരു ഇതിൽ തന്നെയാണ് നിങ്ങളെല്ലാവരും ഇവിടെ വരുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളെ വീട്ടിലുള്ള അത് ആരും ആയിക്കട്ടെ, അമ്മമ്മയായാലും ആരായാലും, നമ്മൾ ഒരു ദിവസം അവരോട് ചോദിക്കുക നിങ്ങൾ ഹാപ്പി ആണോ? ചിലപ്പോൾ അവർക്ക് സന്തോഷം തരുന്നത് ഒരു ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ അത് ആരും ചോദിക്കാറില്ല. ഇപ്പം ചിലർ പറയും ഞാൻ ഹൗസ് വൈഫ് അല്ലേ, എനിക്ക് രാവിലെ മുതൽ വീട്ടിലെ കാര്യം, ഹസ്ബൻഡിൻ്റെ കാര്യം, മക്കളെ കാര്യം, ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് എവിടെ സമയം എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആവും. അപ്പോൾ ഏതെങ്കിലും എല്ലാ സൺഡേസിലായിരിക്കും മിക്ക ഹസ്ബൻഡ്സിന് ലീവ് ഉണ്ടാവുക. അവർ മൺഡേ ടു സൺഡേ അവർ ജോലിക്ക് പോകുന്നുണ്ട്. മൺഡേ ടു സൺഡേ വീട്ടിലിരിക്കുന്ന ഒരു ലേഡി, ഒരു ഹൗസ് വൈഫ് എന്താ വിചാരിക്കുക, ഇന്ന് സൺഡേ ആണ്, എനിക്കൊന്ന് പുറത്തു പോവാം. അപ്പോൾ ഹസ്ബൻഡ് എന്താ പറയുക, എല്ലാ ദിവസവും കഴിഞ്ഞിട്ട് ആകെ കൂടെ കിട്ടുന്ന ഒരു സൺഡേ ആണ്, അന്ന് ഞാൻ റെസ്റ്റ് ചെയ്യട്ടെ. പക്ഷേ വീട്ടിലിരിക്കുന്ന ഹൗസ് വൈഫ് എന്താ ചിന്തിക്കുക, എല്ലാ ദിവസവും ഞാൻ വീട്ടിലിരിക്കുന്നുണ്ട്, ഒരു ദിവസം എനിക്ക് എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിക്കൂടെയെന്ന്. ചിലപ്പോൾ അവരുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പുറത്ത് പോകുന്നതായിരിക്കാം, ശരിയല്ലേ? ഇപ്പം എൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണ് എനിക്ക് സന്തോഷം തരുന്നത്. കാരണം എനിക്ക് ഒരു 30 രൂപയുടെ നെയിൽ പോളിഷ് വാങ്ങിച്ചാൽ, എനിക്ക് നഖം വളർത്തണം ഭയങ്കര ഇഷ്ടമാണ്. ഒരു 30 രൂപയുടെ നെയിൽ പോളിഷ് എനിക്ക് കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്. ധന്യേൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ധന്യക്ക് ചില ഫുഡുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചട്ടിച്ചോറ്, കണ്ണൂരിൽ നിങ്ങൾ ചട്ടിച്ചോറ് കേട്ടിട്ടുണ്ടല്ലോ, അതിൽ ചെറിയൊരു ഫുഡ് കിട്ടിയ ആൾ ഹാപ്പിയാണ്. പക്ഷെ ഞാൻ പേഴ്സണലി കുറേ പറഞ്ഞു കാണാം എന്തുകൊണ്ട് വീട്ടിൽ നിന്ന് അത് കിട്ടുന്നില്ല അങ്ങനെയൊക്കെ. പക്ഷെ അത് ധന്യേൻ്റെ വീട്ടിൽ ഒരു മോളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, അതുപോലെ എല്ലാവരുടെ കാര്യത്തിലും. ജസ്റ്റ് ഈ വീഡിയോ കാണുന്നവർ അവരെ ഫാമിലിയിലുള്ള ലേഡീസിനോട് അല്ലേ ജസ്റ്റ് ചോദിക്കുക, നീ ഹാപ്പി ആണോ, നിനക്ക് എന്ത് വേണം? ഒരിക്കലും ആരും വലിയൊരു ഇത്, കാരണം നമുക്കറിയാം നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന ആഗ്രഹങ്ങളെ നിങ്ങളെല്ലാവരും പറയാറുള്ളൂ, ശരി തന്നെയല്ലേ? നമ്മൾ ജസ്റ്റ് ഇപ്പോൾ തുഷാര നല്ല തലയാട്ടുന്നുണ്ട്, തുഷാരയ്ക്ക് എപ്പോഴും എന്തൊക്കെയോ സങ്കടങ്ങളാണ്. പക്ഷെ തുഷാര അതും അധികം പറയില്ല. ഞാൻ ഒരാഴ്ചയായിട്ട് ചോദിച്ചു എന്തോ മൂടോട്ടുണ്ടെന്ന്. അപ്പോൾ തുഷാര പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആസ് എ സെയിൽസ് ഗേൾ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. കാരണം നമ്മളെ ടൈമിങ് എന്തായിരിക്കും, 9 to 8. സപ്പോസ് 8 മണിക്ക് ഇറങ്ങുന്ന ഒരു സ്റ്റാഫിന് ആ ടൈമിൽ നല്ലൊരു കസ്റ്റമർ വന്നാൽ ഒരിക്കലും കസ്റ്റമറിൻ്റെ ഇടയിൽ നിന്ന് വിട്ടിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ അവരെത്തുന്നത് വീട്ടിൽ 8:30-9 മണിയാവും. അത് തുഷാരയുടെ കാര്യം മാത്രമല്ല, മറ്റ് ഈ സെയിൽസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ്, ശരിയല്ല ഞാൻ പറഞ്ഞത്? നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ഇറങ്ങാൻ പറ്റാറുണ്ടോ? സപ്പോസ് കസ്റ്റമർ ഉണ്ടെങ്കിൽ ഇറങ്ങാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ മൺഡേ ടു സൺഡേ നമ്മൾ ടെക്സ്റ്റൈൽ ഫീൽഡ് ഓപ്പൺ ആണ്. കാരണം ഞാൻ ഈ ഒരു ഫീൽഡ് നടത്തിയത് കൊണ്ട് ഇതിനെപ്പറ്റി എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ പറയാൻ പറ്റും. അപ്പോൾ മൺഡേ ടു സൺഡേ ഓപ്പൺ ആകുമ്പം നമ്മൾ ലീവൊക്കെ അതനുസരിച്ചിട്ടായിരിക്കും സെറ്റാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ സൺഡേ ചിലപ്പോൾ വീക്കിലി ഏതെങ്കിലും ഒരു ദിവസം ലീവ് ആക്കി കഴിഞ്ഞാൽ
സൺഡേ അവർ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പം തുഷാര അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതാ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാർ, കാരണം പുള്ളിക്കാർ വീട്ടിൽ നിന്ന് ജോബിന് വരും. കാരണം ഒരാളുടെ ഓരോ പ്രശ്നങ്ങളാണ്. ഞാൻ വുമൺസ് ഡേ ആയതുകൊണ്ട് ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അത് പല കാറ്റഗറിയിലുള്ളവരും അനുഭവിക്കുന്നുണ്ട്. അപ്പം എൻ്റെ കൺമുമ്പിൽ കണ്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. അപ്പം രാവിലെ പോകും. കാരണം വെച്ചാൽ ഇപ്പോൾ സാധാരണ എല്ലാവരും ഇപ്പോൾ ഈ ടെക്സ്റ്റൈൽ ഫീൽഡിൽ നിന്നല്ല വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ ഞാനൊരു ഫെമിനിസ്റ്റ് ആയിട്ടല്ല ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു ജെൻസ് വർക്കിന് പോകുമ്പോൾ അവരെന്താ ചെയ്യുന്നത്, നമ്മൾ അവരുടെ ഇതിലുള്ള എത്രയോ ആൾക്കാരുടെ ഹസ്ബൻഡ്സ് വർക്ക് ചെയ്യുന്ന ആളാണ്. അവർക്ക് പോകുമ്പോൾ നിങ്ങളെല്ലാം ഈവൻ ബ്രേക്ക്ഫാസ്റ്റ് വരെ ടേബിളിൽ വെച്ച് കൊടുക്കണം. അതിൽ വളരെ എല്ലാവരും മോശം എന്നല്ല, ചുരുക്കം ചില ആൾക്കാർ ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ ഒരു 90% ആൾക്കാർക്കും അവർ ടേബിളിൽ വന്നിരിക്കും, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കണം. അവരുടെ ഈവൻ അണ്ടർവെയർ, സോക്സ്, ബനിയൻ എല്ലാം അവരുടെ കയ്യിലെടുത്ത് വെക്കണം. അതിൽ ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചീത്ത കിട്ടും. ഉറപ്പല്ലേ? എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. കാണുന്ന നിങ്ങളും ഏകദേശം തലയാട്ടും ഇപ്പം, ശരിയല്ലേ? എല്ലാം എടുത്ത് വെച്ച് അവർക്ക് ഫുഡും കൊടുത്ത്, ചിലപ്പോൾ നമ്മൾ ഈ ഓടിപ്പടക്കണേൻ്റെ ഇടയിൽ അവർക്ക് ഫുഡ് ആക്കിയിട്ടുണ്ടാവുക. ചിലപ്പോൾ ഉപ്പ് കൂടും, എന്തെങ്കിലും പ്രശ്നം വരും, അതിനും ചീത്ത കിട്ടും. അപ്പോൾ ചിലർ പറയും ഞങ്ങൾ അങ്ങനെ ചീത്ത പറയാൻ നമ്മളെല്ലാം സഹിക്കാറുണ്ടെന്ന്. പക്ഷെ എന്നാലും ഞാൻ പറയാം, അതിൻ്റെ ഒരു ചീത്തയും കിട്ടും. പ്ലസ് അതിൻ്റെ കൂടെ കുട്ടികൾക്ക് പോകേണ്ടി വരും. കുട്ടികൾക്കുള്ളത് റെഡിയാക്കും, എന്നിട്ടാണ് നമ്മൾ റെഡിയാവുന്നത്. ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കില്ല. ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? അന്വേഷിക്കാറില്ലല്ല. നിങ്ങൾ ആ തിരക്ക് പിടിച്ച് വന്ന് ജോലിയിലേക്ക് കയറി, ജോലി കയറുമ്പോഴായിരിക്കും വീട്ടിലുള്ള ആൾ വിളിക്കുന്നുണ്ടാവുക, അതെവിടെയാണ് വെച്ചിട്ടുണ്ട്, ഇതെവിടെയാണ് വെച്ച, നീ അത് ചെയ്തിട്ടുണ്ടായിരുന്നോ? അപ്പോൾ ഇവിടെ നിന്ന് പറയുന്നത് കേൾക്കാറുണ്ട്, ഞാനത് അലമാരേൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്, റൈസ് കുക്കറിൽ അത് ഇറക്കി വെച്ചിട്ടുണ്ട്. അല്ല, ഞാൻ 12 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ഞാൻ പല ആൾക്കാരിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അതെല്ലാം നിങ്ങൾ ചെയ്തിട്ടല്ലേ വരുന്നത്. അപ്പോഴും കാരണം നമ്മൾ ഹാപ്പിയാണോ? കാരണം ഒരു നേരം അവരാരും ചോദിക്കുന്നില്ല, ഇന്ന് നീ ലീവാക്ക്, ഇന്ന് മിണ്ടാണ്ടിരുന്നോ, നമ്മൾ എന്താ ചെയ്തത്, നിനക്ക് എന്താണ് വേണ്ടത്, അത് കിട്ടുന്നുണ്ടോയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം നമ്മളെല്ലാവരും ഹാപ്പി വുമൺസ് ഡേ എന്നിട്ട് എല്ലാവരും പരക്കെ ബാനറും ഡിജിറ്റലി നമ്മളിതെല്ലാം ഇടുന്നുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് നമ്മളെ കൺമുമ്പിൽ നമ്മളെ ഫാമിലിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളെ വീട്ടിലുള്ളവർ, അത് മോളായിക്കോട്ടെ, സിസ്റ്റർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആർ യു ഹാപ്പി? നീ സന്തോഷമല്ലേ? ഇന്നിപ്പോൾ ഈ വീഡിയോ രാവിലെ പോസ്റ്റ് ചെയ്താൽ നിങ്ങൾ വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തിച്ച് ചോദിക്കണം, ഇന്ന് നീ ഹാപ്പി ആയിരുന്നോ, നീ ഹാപ്പി ആണോ, എന്താണ് എനിക്ക് വേണ്ടത്, ഞാൻ എന്താ ചെയ്തു തരേണ്ടത്, ശരിയല്ലേ? അപ്പോൾ ചിലപ്പോൾ അവരൊന്നും ആവശ്യങ്ങൾ പറയില്ല, പക്ഷെ ആ ചോദ്യം തന്നെ ഉണ്ടല്ലോ അവരെ ഹാപ്പിയാക്കും, ശരിയല്ലേ? ഇന്ന് വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ എല്ലാ ഹസ്ബൻഡ്സും നിങ്ങളോട് ഈ ഒരു വാക്ക് ചോദിച്ചാൽ നിനക്കെന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും മലമറിച്ച കാര്യങ്ങൾ ചോദിക്കുമോ? എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? എന്താ ഫസ്റ്റ്? ചിരിക്കും, സന്തോഷാവും. ചോദിച്ചില്ല, ഇതുവരെ ചോദിക്കാത്ത അപ്പൊ ഇവരോടൊന്നും ചോദിച്ചിട്ടില്ല. ചോദിക്കാത്ത കുറെ പേരുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് മീൻസ് പല റേഞ്ചിലുള്ള ഡെപ്യൂട്ടി കളക്ടർ മുതൽ ശരിക്കും പറഞ്ഞാൽ എന്താ ജസ്റ്റ് ലോ മീൻസ് അത്ര താഴെയുള്ള കസ്റ്റമേഴ്സ് വരെ നമ്മളെ ഷോറൂമിൽ വരുന്നുണ്ട്. എൻ്റെ ഇതിൽ കാരണം ഞാൻ BA സോഷ്യോളജി ആയിരുന്നു, ഒരു പേപ്പർ സൈക്കോളജി ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്, മിങ്കിൾ ചെയ്യാറുണ്ട്. അതെൻ്റെ ഒരു സ്വഭാവമാണ്, കുറച്ചധികം സംസാരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ഫീൽഡിൽ നമുക്കൊരു ഗുണമായി. ഞാൻ എല്ലാ കസ്റ്റമേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട് അല്ലേ. എല്ലാ കസ്റ്റമേഴ്സും എനിക്ക് ഫ്രണ്ട്സാണ്, മീൻസ് എല്ലാവരുമായിട്ട് നല്ല പരിചയം. അപ്പോൾ നമ്മൾ പലരിടത്തും സംസാരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം, സപ്പോസ് എനിക്ക് നമ്മളുടെ അടുത്ത് കുറേ ഡോക്ടേഴ്സ് വരുന്നുണ്ട്. കുറേ ഡോക്ടേഴ്സ് എന്ന് വെച്ചാൽ അവർക്ക് അത്രയും സാലറി, അത്രയും ക്യാഷ് ഉണ്ടാക്കുന്ന ഡോക്ടേഴ്സ് വരെ ഉണ്ട്. മീൻസ് അവരുടെ സാലറി നമുക്ക് ഉദ്ദേശിക്കാമല്ലോ. പക്ഷേ എന്നാലും നമുക്ക് പേരെടുത്തൊന്നും പറയാൻ പറ്റില്ല. അവർ സ്വന്തം പൈസ, ഇപ്പം ജോബിന് പോകുന്ന ആൾക്കാരാണെങ്കിലും അവർ സ്വന്തം പൈസ കൊടുത്തിട്ടായിരിക്കും ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ അവരെന്താ ചെയ്യണമെന്ന് അറിയാമോ? വാങ്ങിയിട്ട് വെക്കും, എന്നിട്ട് പറയും, ഡോക്ടേഴ്സ് മാത്രമല്ല പല ഒരു അത്യാവശ്യം ആൾക്കാർ വാങ്ങി വെച്ചിട്ട് എന്താ പറയുക, ഇതിവിടെ ഇരിക്കട്ടെ, ഞാൻ അടുത്ത മാസം എടുത്തോളാമെന്ന്. അപ്പോൾ ഞാൻ ചോദിക്കും അതെന്താ ക്യാഷ് പിന്നെ തന്നില്ലെങ്കിൽ പ്രശ്നമില്ലെന്ന് പറയും. ഇല്ല അതുകൊണ്ടല്ല, ക്യാഷെല്ലാം പേജ് ഞാൻ ഇവിടെ വെച്ചേക്കാം, കാരണം ഈ മാസവും ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോയ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറയാം ഇനിയിപ്പോൾ മാമിന് എന്ത് നോക്കാനുള്ളത്, മക്കളൊക്കെ ഒരു ലെവലിലായി, ഇപ്പോൾ നിങ്ങളുടെ പൈസ നിങ്ങൾക്കല്ലേ. ഇല്ല അത് ചിലപ്പോൾ പ്രശ്നമാവും, ശരിയല്ലേ? എത്രയോ നിങ്ങൾ ഫേസ് ചെയ്യാറില്ലേ കസ്റ്റമർ അറിയുമ്പോൾ. അപ്പോൾ ഞാൻ ചിന്തിക്കണം എന്ന് വെച്ചാൽ ഇപ്പം ചില ആൾക്കാർക്ക്, ഓരോ ആൾക്കാർക്കും മനസ്സിന് സന്തോഷം കൊടുക്കുന്നത് പല പല കാര്യങ്ങളായിരിക്കും. ചിലവർക്ക് ലേഡീസിന് ചിലർക്ക് ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഡ്രസ്സിനോട് ഭയങ്കര ക്രേസ് ആയിരിക്കും, ചിലർ നന്നായിട്ട് ഫുഡ് കഴിക്കും, പുറത്ത് പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് പല പല ടൈപ്പ് ഫുഡ് കഴിക്കാനായിരിക്കും ചിലർക്ക് ഇഷ്ടം, ചിലർക്ക് വെറുതെ ഇങ്ങനെ ഷോപ്പിംഗ് മോൾസിലൊക്കെ കയറി ഇറങ്ങാനൊക്കെ ആയിരിക്കും ഇഷ്ടമുണ്ടാവുക,
ചിലർക്ക് അമ്പലങ്ങൾ വിസിറ്റ് ചെയ്യാൻ, തീർത്ഥാടനം പോലെ അത്യാവശ്യം അമ്പലങ്ങളിൽ പോകാൻ, ചിലർക്ക് ടൂർ പോകാനും, അങ്ങനത്തെയൊക്കെ ആയിരിക്കും ഓരോ ആളുടെ ആഗ്രഹം. അപ്പോൾ ഈ ഡ്രസ്സ് എടുക്കാൻ അവരുടെ മനസ്സിന് സന്തോഷം കൊടുക്കുന്നത് ആ പുതിയ ഡ്രസ്സ് എടുത്ത് അത് ഇടുമ്പോഴാണ് അവർക്ക് സന്തോഷം. പക്ഷെ അവർ ആ സന്തോഷം കൂടെ വേണ്ടാന്ന് വെക്കുവാണ്. അതെന്തിനാണെന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറ്. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും, ഞാൻ ഇവരോടത്ത് എല്ലാവരുടെ അടുത്തും പറയുന്നത് വെച്ചാൽ, ഇവർ മന്ത്ലി നല്ലൊരു സാലറി വാങ്ങുന്ന ആൾക്കാരാണ്. സാലറി പ്ലസ് എല്ലാം അലവൻസുകളൊക്കെ വാങ്ങുന്ന സ്റ്റാഫാണ് ഇവരെല്ലാവരും. പക്ഷെ കല്യാണം കഴിഞ്ഞ് നമ്മൾ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ജീവിക്കുന്നത് ഒന്നിക്കിൽ, ഞാൻ കണ്ടെടുത്തോളം ഞാൻ പറയണേ, ഫുള്ള് മക്കൾക്ക് വേണ്ടി, ഹസ്ബൻഡിൻ്റെ ഫാമിലി, നമ്മളെ ഫാമിലി. ഞാൻ എല്ലാവരോടും എപ്പോഴും ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് 1% അല്ലെങ്കിൽ 2% നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്ക്. ഞാൻ എപ്പോഴും പറയാറില്ല, നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിന് എന്താണോ ഇഷ്ടം തോന്നുന്നത് അത് ചെയ്യുക. കാരണം വെച്ചാൽ എപ്പോഴും നമ്മൾ ഫാമിലിക്കും മക്കൾക്കും പോകുമ്പോൾ നമുക്ക് വേണ്ടി എപ്പോൾ ജീവിക്കും. ചിലപ്പോൾ മേ ബി അവർ, കാരണം ലേഡീസ് അങ്ങനെയാണ് അല്ലേ, ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യും. നമ്മളുടെ ഒരു സൈക്കോളജി അല്ലെങ്കിൽ പ്രകൃതി ലേഡി അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സൃഷ്ടിച്ചത് അങ്ങനെയാണ്. കാര്യം നമുക്കൊരിക്കലും, ഞാനൊരു ഫെമിനിസ്റ്റ് അല്ല, നമുക്കൊരിക്കലും എന്താ പറയുക, ഒരു ഫലമായിട്ട് ആണുങ്ങളുടെ അതേപോലെ നിൽക്കാൻ പറ്റൂല. കാര്യം അത് പ്രകൃതി ആ ഒരു രീതിയിലാണ് സൃഷ്ടിച്ചേക്കണേ, ആണിനെയും പെണ്ണിനെയും. പക്ഷേ ഞാനിപ്പോഴും പറയുന്നു, നിങ്ങൾക്കും മനസ്സിലാവും മെൻ്റലി സ്ട്രെങ്ത് ആർക്കാ പറ, മെൻ്റലി സ്ട്രെങ്ത് ആർക്കാ? നമ്മളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു ഫാമിലീനെ ഒരു ബോണ്ടാക്കിയിട്ട് പിന്നെ ആ ഫാമിലിനെ സ്ട്രോങ് ആക്കി വെക്കുന്നത് ആരാ? ഉറപ്പല്ലേ? കാരണം വെച്ചാൽ സപ്പോസ് നമ്മളിപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഹസ്ബൻഡ് മരിച്ചു പോയി കഴിഞ്ഞാൽ, ഒരു കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു ലേഡി ഒരു സെക്കൻഡ് മാരേജിനെ പറ്റി ചിന്തിക്കൂല അല്ല. എത്ര പേര് നമ്മൾ ഇതാക്കിയാലും, എല്ലാവരും എന്നല്ല, ചിലപ്പോൾ സാഹചര്യം കൊണ്ട് നമുക്ക് നമ്മളുടെ അനുസരിച്ചുള്ളൊരു സോൾമേറ്റിനെ കിട്ടിയാൽ നമ്മൾ രണ്ടാമത് കഴിക്കും. എന്നാലും എനിക്കറിയുന്ന എത്രയോ ആൾക്കാരുണ്ട്, കസ്റ്റമേഴ്സ്, ചെറിയ പ്രായത്തിൽ വിഡോ ആയിട്ട് അവർ മക്കൾക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിച്ച എത്രയോ ആൾക്കാർ ഇപ്പോഴും എനിക്കറിയാം. അതുപോലെ തന്നെ പക്ഷെ ഒരു ജെൻസിന്, എല്ലാവരും അങ്ങനെയൊന്നുമല്ല, ഒരു 2% ആൾക്കാരുണ്ടാവും വൈഫ് മരിച്ചു കഴിഞ്ഞാൽ, അത് ഏത് ഏജും ആയിക്കോട്ടെ, ഉറപ്പായിട്ട് അവരൊരു 2, 3, 4 വർഷം കഴിയുമ്പോഴേക്കും അവർ വേറെ ആളെ കല്യാണം കഴിക്കും. വേറെ ഒന്നുമല്ല, കാര്യം ഒരാണിനൊരു പെണ്ണില്ലാണ്ട് പറ്റൂല. അത് ഈവൺ ഒരു സെക്സ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അവരുടെ കാര്യങ്ങൾ, കാരണം അവർ ജനിച്ച് വളർന്നപ്പോഴേ അവരുടെ കാര്യങ്ങൾ കൂടുതൽ ചെയ്തത് അവരുടെ അമ്മ, സിസ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പല രീതിയിൽ ബുദ്ധിമുട്ടാണ്. കുറേ ഒരു 5-6 വർഷമൊക്കെ അവർ സ്ട്രഗിൾ ചെയ്യുമായിരിക്കും. പക്ഷെ ഒരു ഏജ് കഴിഞ്ഞാൽ അവർക്ക് അവരെ സ്വന്തം പറ്റൂല. അല്ലെ പിന്നെ നമ്മൾ അത്രയും പൈസയുള്ള കോടീശ്വരനായിരിക്കണം, ഒരു എന്താ പറയുക, സെർവൻറ്റിനെയൊക്കെ വെച്ച്. പക്ഷെ എപ്പോഴും അവർ ആഗ്രഹിക്കുന്നത് ഒരു പെണ്ണിൻ്റെ ഒരു കെയർ, ഒരു സ്ത്രീയുടെ ഒരു കെയറാണ് ആഗ്രഹിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എത്രമാത്രം ശരിയായി തോന്നുന്നു എന്ന് അത് നിങ്ങൾ തന്നെ പറയണം. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു വുമൺസ് ഡേക്ക് ഞാൻ ഇന്നലെ ഇവരുടെ അടുത്ത് പറഞ്ഞു, നമ്മൾ ഹാപ്പി വുമൺസ് ഡേ പറയുന്നതിന് പകരം ആർ യു ഹാപ്പി, നമ്മൾ ഹാപ്പി ആണെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര ദുഃഖത്തിലായതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞത്. ഞാൻ ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ, കാരണം അത്യാവശ്യം, കാരണം ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സന്തോഷമായിരുന്നു ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുക. ഇപ്പോൾ 12 വർഷമായിട്ട് ഞാൻ ഈ സംരംഭം തുടങ്ങിയിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്. എൻ്റെ സന്തോഷം സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുക, സ്വന്തം എന്തെങ്കിലും ഒരു 2 രൂപ അല്ല കുറച്ച് പൈസ കയ്യിലാക്കും, അതായിരുന്നു എൻ്റെ ഒരു സന്തോഷം. കൂടെ ഫാമിലീനെ സപ്പോർട്ട് ചെയ്യുക, അത് ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ സന്തോഷം ഞാൻ ഇതിലൂടെയാണ് കണ്ടെത്തുന്നത്. പ്ലസ് നിങ്ങളെപ്പോലെ കുറേ സ്റ്റാഫ്, പിന്നെ അതുപോലെ തന്നെ കസ്റ്റമേഴ്സൊക്കെ വരുമ്പോൾ അവരായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ലൈഫ് ഞാൻ അങ്ങനെ ജീവിച്ചു പോകണം. കാരണം ഞാൻ ഹാപ്പിയാണ്. ഇനിയിപ്പോൾ നിങ്ങളും ഇന്നിനി വീട്ടിൽ പോയിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് അടി ഉണ്ടാക്കരുത്, നിങ്ങളെന്താ ചോദിക്കാത്ത ഹാപ്പി അല്ലേ എന്ന് വെച്ചിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ഹാപ്പി ആകുക. കാരണം ഒരു വുമൺസ് ഡേ ഒരു ഇൻ്റർനാഷണലി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ഡേ ഡിക്ലെയർ ചെയ്യുന്നത് വെറുതെ ആയിരിക്കില്ലല്ലോ, എന്തെങ്കിലും ഒരു തീം ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർപ്പസോട് കൂടിയിട്ടായിരിക്കും ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലേ? പറഞ്ഞോ ന്യൂയോർക്കില് സമരം ചെയ്തിട്ടില്ല, അവർക്ക് അവകാശങ്ങൾ വേണം. മൈക്കടുത്ത് അടുത്തുടിച്ചോ. ന്യൂയോർക്കിലെ തുണിമില്ലിലെ ലേഡീസ് കുറെ വർഷങ്ങൾക്ക് ശേഷം ഈ മാർച്ച് 8-ന് അങ്ങനെ സമരം ചെയ്ത് ലേഡീസിന് വേണ്ടി, അങ്ങനെയാണ് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ലേഡീസ്. അതിപ്പോ നമുക്ക് എല്ലാവർക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇത് എപ്പോഴാണ് ഡിക്ലെയർ ചെയ്തത്, എന്ത് പർപ്പസിന് വേണ്ടി ഡിക്ലെയർ ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം.
അപ്പോൾ എല്ലാവർക്കും ഇന്ന് വുമൻസ് ഡേ ആയതുകൊണ്ട് നിങ്ങൾക്ക് നമ്മളെ എന്താ പറയുക, നമ്മളെ വ്യൂവേഴ്സിനോട്, നമ്മളെ പ്രേക്ഷകരുടെ അടുത്ത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പറ. ആർ യു ഹാപ്പി? ഷാനി ഹാപ്പി ആണോ? ഏകദേശം 100-ൽ 10-ൽ എത്ര മാർക്ക് കൊടുക്കുക? 9. ആ 1% എന്തോ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെ. അപ്പൊ എല്ലാവർക്കും എന്താ പറയാനുള്ളത് നമ്മളെ വ്യൂവേഴ്സിൻ്റെ അടുത്ത്? വ്യൂവേഴ്സ് നമുക്ക് മെജോറിറ്റി അറിയാം, നമ്മളെ ഈ ചാനൽ കാണുന്നത് കൂടുതലും ലേഡീസാണ്. അപ്പോൾ അവർക്ക് വേണ്ടി എന്താ പറയാനുള്ളത്? ഞാൻ കുറേ കത്തി വെച്ച് നിങ്ങൾ ബോറടിപ്പിച്ചോന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും എല്ലാവരും അവനവൻ ചിന്തിച്ച് നോക്കുക. എല്ലാവർക്കും ജീവിക്കുന്നതിൻ്റെ കൂടെ ആസ് എ ലേഡി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. കാര്യം 30+, ഞങ്ങളെല്ലാവരും 40+, 50+ ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഒരാൾ മാത്രമേ 18 വയസ്സുള്ളൂ. കാര്യം നമ്മളെ ഹെൽത്ത് 30+ എന്ന് പറയുമ്പോൾ നമ്മളെ ഹെൽത്ത് നോക്കേണ്ട ആൾ. കാരണം നടുവേദന, കാലുവേദന ഇല്ലാത്ത ലേഡീസ് വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട്? കാരണം നമ്മളുടെ ഹെൽത്തിന് വേണ്ടി നമ്മൾ കെയർ ചെയ്യുന്നില്ല. കാരണം സത്യം എൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. എനിക്ക് 3 കുട്ടികളുണ്ട്. രാവിലെ പാലുണ്ടാക്കി കഴിഞ്ഞാൽ അവരെ കുടിപ്പിക്കാനുള്ള തിരക്കാൻ ഞാൻ കുടിക്കാറില്ല. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറയും, അവരെ നിർബന്ധിക്കുന്നതിന് ഫസ്റ്റ് നീ ഒരു ഗ്ലാസ് കുടിക്കുക, എന്നിട്ട് അവർക്ക് കൊടുക്കുക. പക്ഷെ നമ്മളെന്താ ചെയ്യുക? അവരുടെ പുറകെ നടന്ന് അവരെ കുടിപ്പിക്കുന്ന ടൈമിൽ നമ്മളെ ടൈം പോയി. എനിക്ക് ജോബിൽ വരേണ്ട സമയമായി. ശരിയല്ല, എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം കഴിഞ്ഞ ദിവസം വന്ന ഒരു ടീച്ചർ പറഞ്ഞു, കാലിക്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, തലശ്ശേരിയാണ് വീട്, 2.5 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്, ഹസ്ബൻഡും വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവരെന്താ പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് പോകണം ട്രെയിനിൽ. 6 മണിക്ക് പോയാലാണ് സ്കൂളിലോട്ട് തിരിച്ചെത്തുമ്പോൾ 8 മണിയാവും. ഞാൻ ചോദിച്ചു 6 മണിക്ക് ഇത് നമ്മൾ ആരെ കേട്ടോണ്ടിരുന്നത്? ഇന്നലെ വന്ന ഞാൻ ചോദിച്ചു 6 മണിക്ക് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ എത്ര മണിക്ക് ഇറങ്ങണം, മീൻസ് എത്ര മണിക്ക് എണീക്കണം? അവർ പറഞ്ഞു വെച്ചാൽ 4 മണിക്ക്. 4 മണിക്ക് എണീറ്റ് എല്ലാ പണിയും കഴിഞ്ഞ് 2.5 വയസ്സുള്ള കുട്ടീനെ ഹെൽപ്പിന് വരുന്നവരെയും കൂടെ ഏൽപ്പിച്ചിട്ടാണ് അവർ സ്കൂളിലേക്ക് പോകുന്നത്. ആലോചിച്ചു. അപ്പം നമ്മൾ വിചാരിക്കും ഇവരെന്തിനും ഇത്ര കഷ്ടപ്പെട്ടിട്ട് ജോലിക്ക് വന്നു? അവരുടെ ഹസ്ബൻഡിന് ഗവൺമെൻറ് ജോബാണ്. പക്ഷേ നമ്മളുടെ ഒരു എന്താ പറയുക ആഗ്രഹം അല്ലേ, നമ്മളുടെ ഒരു ഇഷ്ടമാണ് ജോലിക്ക് പോകാന്ന് പറഞ്ഞാൽ. എന്താണെന്നറിയില്ല, നമുക്കൊരു ഫാഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന പോലെ അല്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഹസ്ബൻഡ് ഏരിയ മാനേജറാണ് ബാങ്കിൽ. എനിക്ക് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങേണ്ടതോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ എൻ്റെ സന്തോഷം ഇതാണ്. പിന്നെ അതുപോലെ തന്നെ എത്രയോ ലേഡീസ് ഡ്രൈവിംഗ് എല്ലാം നന്നായിട്ട് ചെയ്യാനറിയും, പക്ഷേ അവരെ വീട്ടിൽ നിന്ന് ഡ്രൈവ് ചെയ്യാൻ വിടൂല. പക്ഷെ ആ കുട്ടിക്ക് ഡ്രൈവ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഇഷ്ടം. അവളെ ആഗ്രഹം എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് കുറച്ച് ലോങ് ഡ്രൈവിനൊക്കെ പോകണം. അപ്പോൾ അവരെന്താണ്, ഹസ്ബൻഡ് എന്താ പറഞ്ഞത്, നീ ഡ്രൈവ് ചെയ്യണ്ട. അപ്പം തന്നെ തീർന്നു, അവരുടെ സന്തോഷം അതിൽ തീർന്നു. നീ ഡ്രൈവ് ചെയ്യണ്ട, ഞാനൊരു ഡ്രൈവറെ വെച്ചിട്ടുണ്ട്, എനിക്ക് എവിടെ വേണമെങ്കിലും ഡ്രൈവർ നിന്നെ കൊണ്ടുപോകുന്നു. പക്ഷെ അവരുടെ ഇഷ്ടം അല്ലെങ്കിൽ അവരുടെ സന്തോഷം അവർ തന്നെ ഡ്രൈവ് ചെയ്യണം. പിന്നെ വേറൊരു കസ്റ്റമർ പറഞ്ഞു വെച്ചാൽ അവർക്ക് സോളോ ട്രിപ്പ് പോകാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്കറിയാം, നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഒറ്റയ്ക്ക് പോകും, ഒന്നും പേടിക്കാനൊന്നുമില്ല. അത്യാവശ്യം ഒരു സേഫ്റ്റിയൊക്കെ ഉള്ള ഒരു കാലം തന്നെയാണ്. പക്ഷെ വീട്ടിൽ നിന്ന് വിടുന്നില്ല. മേ ബി അവർ ചിന്തിക്കണം അവരുടെ സേഫ്റ്റി ആയിരിക്കും. എന്നാലും അവരെ സന്തോഷം അതാണ്. ഒരു പ്രാവശ്യം വിട്ടൂടെ? പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും മനസ്സിൽ ഓർക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു കസ്റ്റമർ ട്രിവാൻഡ്രത്തുള്ളത്, അവർ സിംഗിൾ മദറാണ്, 2 പെൺകുട്ടികൾ, അവരൊക്കെ സെറ്റിൽഡാണ്. അപ്പോൾ പെൺകുട്ടികളുടെ അവരുടെ ഇൻകത്തിൽ നിന്ന് കിട്ടുന്ന പൈസയിലാണ് അവർ ജീവിക്കുന്നത്. അത്ര ഏജൊന്നുമില്ല, 43 ഉള്ളൂ. പുള്ളിക്കാരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, നിങ്ങൾ ആരും വിശ്വസിക്കില്ല, മൊഡാൽ സിൽക്കിൻ്റെ ദുപ്പട്ട ഇടണമെന്ന്. മൊഡാൽ സിൽക്കിൻ്റെ ഷോള്, അതായത് മൊഡാൽ സിൽക്കിൻ്റെ ഷോള് 1850. അപ്പോൾ അവരെല്ലാ ദിവസവും എൻ്റെ അടുത്ത് ചോദിക്കും, ഇതിൻ്റെ റേറ്റ് എന്താ, ഇതിൻ്റെ റേറ്റ് ഉണ്ട്, ഇതിൻ്റെ റേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം അങ്ങോട്ട് ചോദിച്ചു, അവരെ പരിചയം, കാരണം എപ്പോഴും റെഗുലറായിട്ട് എൻക്വയറി ചെയ്യുമല്ലോ. ഞാൻ ചോദിച്ചു, മാമിൻ്റെ സ്ഥലം എവിടെയാണ്? ട്രിവാൻഡ്രം. എല്ലാ ദിവസവും റേറ്റ് ചോദിക്കണം എന്തിനാ? മാമിന് ഇത് വേണമെങ്കിൽ പറഞ്ഞോളൂ, ഇത് സ്റ്റോക്ക് ഉണ്ട് തരാം. ഇല്ല വേണ്ട. അപ്പോൾ ഞാൻ വീണ്ടും എന്തോ അവരുടെ സൗണ്ടിലൊരിത്, ഞാൻ എന്താ നിങ്ങൾ എടുക്കാത്തത്? അപ്പോൾ കുറച്ച് ഫ്രണ്ട്ലി ആയതുകൊണ്ട് അവരൊന്നും ഇല്ലില്ല, അത് കുറച്ച് സാമ്പത്തികമായിട്ട് പ്രശ്നമുണ്ട്, അതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം തന്നെ ചോദിച്ചു, നിങ്ങൾ വർക്ക് ചെയ്യണയാണോ? അപ്പോൾ പറഞ്ഞല്ല, വർക്ക് ചെയ്യണമല്ല, ഞാൻ ഹൗസ് വൈഫാണ്, സിംഗിൾ മദറാണ്, ഞങ്ങൾക്ക് ജോലിയൊന്നുമില്ല. നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെ പെട്ടെന്നുള്ള ഒരു ഡെത്ത് കാരണം കുറച്ച് ഡിപ്രഷനിലായി, പിന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റാണ്ടായി. ഇപ്പോൾ മക്കളെ ചിലവിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അവർ മന്ത്ലി എനിക്കൊരു പൈസ തരും. അപ്പോൾ അത്യാവശ്യം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. ആ മരുന്നെല്ലാം വാങ്ങുമ്പോൾ തന്നെ അത്രയാവും. അപ്പോൾ ഓൾറെഡി ഇത്രയും പൈസ തരുമ്പം ഒരു ഷോളിന് മാത്രം 1850 രൂപ കൊടുത്തിട്ട് വാങ്ങാൻ എനിക്കൊരു ഇത്. അപ്പോൾ അവരുടെ ചിന്തിക്കുക, അവരുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ആ മൊഡാൽ സിൽക്കിൻ്റെ ഷോളാണ്. പക്ഷെ ഞാനത് ഇതുവരെ നിങ്ങളടുത്തും പറഞ്ഞിട്ടില്ല. കാരണം അവരത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഇപ്പോഴും കസ്റ്റമറിൻ്റെ പേര് ഞാനുള്ള അവർക്കത് എത്രമാത്രം, കാരണം അവരുടെ മക്കൾ അറിഞ്ഞാൽ ചിലപ്പോൾ മക്കളറിയാം, അമ്മ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല.
പക്ഷെ ഇടയ്ക്ക് നമ്മൾ ചോദിക്കണം, നിങ്ങൾ ഹാപ്പിയാണോ, അമ്മയ്ക്ക് എന്താ വേണ്ടത്, പറഞ്ഞോ, അല്ലെങ്കിൽ വൈഫിൻ്റെ അടുത്താണെങ്കിൽ ഹസ്ബൻഡിന് ചോദിക്കാം, സിസ്റ്ററോട് ബ്രദറിന് ചോദിക്കാം, മകളോട് അച്ഛന് ചോദിക്കാം. ഇപ്പം നിങ്ങളെ വീട്ടിൽ ചിലരുടെ വീട്ടിൽ ഗ്രാൻഡ് മദർ ഉണ്ടാവും. അപ്പം നമ്മളെന്താ പ്രായമായി മുട്ടുവേദനയാണ്, നടുവേദനയാണ്, വയസ്സായ ആൾ ഒരു സൈഡ് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ സമയത്ത് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം ആദ്യം ഇറങ്ങി വരുന്നത് അമ്മമ്മയായിരിക്കും, ഞാനും വരുന്നുണ്ടെന്ന്. അപ്പം തന്നെ എല്ലാവരും എന്താ പറയുക, വേണ്ട നിങ്ങൾക്ക് പറ്റുകയില്ല എന്ന്. പക്ഷെ നിങ്ങളങ്ങനെ ചിന്തിക്കണ്ട. കാരണം ഫിസിക്കലി ആയിരിക്കും അവർ വയസ്സായത്, പക്ഷെ മെൻ്റലി 25-30 വയസ്സ് അവർക്ക് ഉണ്ടാവും. അവർ വരും. മുട്ടുവേദന എന്ന് പറഞ്ഞാലും നോക്കിക്കോ, നമ്മളൊരു സ്ഥലത്ത് പോകണമെങ്കിൽ അവർക്ക് മുട്ടുവേദനയൊക്കെ പമ്പ് നടക്കും, ശരിയല്ലേ? ഞാൻ അവരെയും കൂട്ടണം നിങ്ങൾ, കാരണം അവരെ സന്തോഷമാണത്. ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് അവർക്ക് വരുവാന്ന് പറയുമ്പോൾ അത് അവരുടെ സന്തോഷം എന്ന് പറയുന്നത് അതാണ്, ശരിയല്ലേ? അപ്പം ഷോളിൻ്റെ കാര്യം പറഞ്ഞു തീർക്കാം. അപ്പോൾ ദുപ്പട്ട, അപ്പോൾ അവരത് പറഞ്ഞപ്പോൾ എനിക്ക് അത്ര വിഷമമായി. ഞാൻ സൂത്രത്തിൽ അവരുടെ അഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഒരു മൊഡാൽ സിൽക്കിൻ്റെ ഷോൾ അവർക്ക് അയച്ചു കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ അവർ അത് കിട്ടിയിട്ട് കരഞ്ഞുകൊണ്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചത് അവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവർക്ക് ഡ്രസ്സിനോട് ഭയങ്കര ക്രേസുള്ള ആളാണ്. ഹസ്ബൻഡ് മരിച്ചതോടുകൂടി അവരങ്ങനെ എല്ലാം ഒതുക്കി ജീവിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആ മൊഡാൽ സിൽക്കിൻ്റെ ഷോൾ കിട്ടിയപ്പോൾ അവർ പറയും, എൻ്റെ അനിയത്തി അല്ലെങ്കിൽ എൻ്റെ ഒരു മോൾ അയച്ചു തന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അത്ര സന്തോഷമായി ലാവണ്യ. എന്നിട്ട് അവർ കരഞ്ഞുകൊണ്ടാണ് എന്നോട് സംസാരിച്ചത്. നീ ഭയങ്കര ഉയർച്ചയിൽ. ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാൻ നിങ്ങളുടെ ഒരു വിഷമം കേട്ടപ്പോൾ അയച്ചു തന്നു. കാരണം ഒരു സാരിക്ക് അല്ലെങ്കിൽ ഒരു ഷോളിന് വേണ്ടി നിങ്ങൾ ഇത്ര വിഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ഉണ്ട്. എന്ത് കാര്യങ്ങളും അവർ ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ വരുമ്പോൾ എനിക്ക് ഫോട്ടോസ് അയച്ചു തരാറുണ്ട്. അവർ പറഞ്ഞാൽ ഞാൻ മരിക്കുന്നത് വരെ ഞാൻ ആ മൊഡാൽ സിൽക്കിൻ്റെ ഷോള് സൂക്ഷിച്ച് വെക്കും. കാരണം അവരുടെ വലിയ ആഗ്രഹമായിരുന്നു അത്. ഇപ്പം നിങ്ങൾക്ക് തോന്നും ഇതാണോ അവരുടെ ആഗ്രഹം? ശരിയാണ്, നമ്മളെ ആഗ്രഹങ്ങളൊക്കെ ചെറിയ ആഗ്രഹങ്ങളായിരിക്കും. കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരുടെ ആഗ്രഹങ്ങൾ എനിക്കറിയാം, ചെറിയ ആഗ്രഹങ്ങളാണ്. പക്ഷെ അതാരും എനിക്ക് വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാം. പക്ഷേ ഇവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ട്, അവർ വാങ്ങിച്ചു കൊടുക്കുമ്പോഴാണ് ഇവരുടെ സന്തോഷം. ശരിയല്ലേ? നിങ്ങൾ പറ, ശരിയല്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാൾ നിങ്ങൾക്കത് കൈയോടെ തരുമ്പോൾ ഇവരുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും പൈസയുണ്ട്, വേണമെങ്കിൽ അത്യാവശ്യം ആ സാധനം. പക്ഷെ ഇവരാഗ്രഹിക്കുന്നത് ഇവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ അത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരണം, അല്ലേ? ശരിയല്ലേ പറഞ്ഞത്? നിങ്ങൾ സത്യമായിട്ട് പറ, ഞാൻ വീഡിയോയിൽ ഉണ്ടാക്കി പറയാനല്ല പറയുന്നത്, ഓപ്പണായിട്ട് പറയണം, ശരിയല്ലേ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളെ വീട്ടിലുള്ള ലേഡീസ്, അത് ഹൗസ് വൈഫ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, വർക്ക് ചെയ്യുന്നവരാണെങ്കിലും, ഇനിയിപ്പോൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ പല കൊളീഗ്സ് ഉണ്ടാവും, ഈവൻ ജെൻസും ലേഡീസും എല്ലാവരും ഉണ്ടാവും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മീൻസ് ലേഡീസിനെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ കാലം എന്നല്ല, അപ്പോൾ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ വകുപ്പ് മാറി. അതുകൊണ്ട് വളരെ എല്ലാ രീതിയിലും ലേഡീസ് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. കാരണം പല കഴിവുള്ള എത്രയോ ആൾക്കാർ നമ്മളുടെ വീടുകളിൽ തന്നെ. കാര്യം മുമ്പെല്ലാം നിങ്ങൾ അവരുടെ മീൻസ് വീട്ടിലിപ്പോൾ ഒരു വൈഫ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് നോക്കണം. കാരണം അവർ സ്കൂളിൽ എങ്ങനെയായിരുന്നു, ചിലർ ഭയങ്കര ആർട്ടിസ്റ്റ് ആയിരിക്കും. പക്ഷെ എനിക്ക് പരിചയമുള്ളൊരു കസ്റ്റമർ ഉണ്ട്, നന്നായിട്ട് മ്യൂറൽ പെയിൻറ് ചെയ്യും. പക്ഷെ ഹസ്ബൻഡിന് കല എന്ന് പറഞ്ഞാൽ കൊലയാണ്, ഒരു പോയിന്റ് താല്പര്യമില്ല കല. അതുകൊണ്ട് എന്താ, പെയിൻറ്റും ബ്രഷും കാണുമ്പോൾ തന്നെ അയാൾക്ക് ബാധ ഇളകുന്ന പറഞ്ഞേ. അപ്പോൾ പുള്ളിക്കാരി എന്താ, അവരെ സ്കെച്ച് നിങ്ങൾ കണ്ടാലുണ്ടല്ലോ, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു എക്സിബിഷൻ നടത്തിക്കൂടെന്ന് പറയും. പക്ഷെ അവർ പറഞ്ഞാൽ വെച്ചാൽ ഹസ്ബൻഡിന് ഇഷ്ടമല്ല, ആൾക്ക് ഈ വരക്കൽ, ഈ പെയിൻറ്റിൻ്റെ മണം തന്നെ അലർജി എന്നാണ് പറഞ്ഞത്, ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു, ഒരു കുടുംബ ബന്ധം പ്രശ്നമില്ലാണ്ട് മുമ്പോട്ട് പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ കംപ്ലീറ്റ് അകത്തേക്ക് വെക്കും. ഏതോ ഒരു പ്രാവശ്യം 6 മാസം അങ്ങനെ ഒഫീഷ്യലി ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായി. മീൻസ് വേറെ സ്ഥലത്ത് പുറത്ത് പോയ സമയത്ത് ആ 6 മാസം ഡേയും നൈറ്റും ഇരുന്നിട്ട് അവർ കുറേ പടങ്ങൾ വരച്ചു. കാരണം അവർ പറയാം, ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നാണ് പറയണേ. സത്യം, പേര് ഞാൻ പറയുന്നില്ല. അവർ ഉറങ്ങിയിട്ടില്ല, രാവും പകലിരുന്നിട്ട് അത്ര ഞാൻ ചിത്രങ്ങൾ വരച്ച് തീർത്തു. അതെല്ലാം ഞാൻ അവർ വരുമ്പോഴേക്കും ഒളിപ്പിച്ച് വെച്ച് കുറേ ഫ്രണ്ട്സിന് കൊടുത്തു. കാരണം അവരുടെ സന്തോഷമുണ്ട്. അവർ പറഞ്ഞാൽ അപ്പം ചിന്തിക്ക്, കാരണം എന്തിന് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഭർത്താവിനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരിക്കലും ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ആഗ്രഹങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ? ഇപ്പോൾ കാണുന്ന ജെൻസ് വിചാരിക്കും അതെന്തിനാണ് ലേഡീസ് നിങ്ങൾ അത് ഒളിപ്പിച്ച് വെക്കണം, ഇതിൻ്റെ മുമ്പിൽ പറഞ്ഞുകൂടെയെന്ന്. സപ്പോസ് അത് ഇഷ്ടപ്പെടാത്താണ് നമ്മളും കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഇപ്പം നമ്മൾ വളർന്നു വന്ന ഒരു സാഹചര്യത്തിൽ നിന്നല്ല നമ്മൾ വേറൊരു വീട്ടിലേക്ക് വരുന്നത്, ശരിയല്ലേ? നമ്മളെ എത്ര മാറ്റുന്നുണ്ട് ശരിക്കും അല്ലേ? ഈവൺ എനിക്കാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിലും നമ്മൾ ജീവിച്ച് വന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു 20-25 വർഷം ആ ഒരു ഇതിൽ നിന്നാണ് നമ്മൾ പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് മറിച്ച് പോകുന്നത്, അല്ലേ? പറിച്ച് നടുന്നെന്ന് തന്നെ പറയാം.
അപ്പോൾ നമ്മൾക്ക് ശരിക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ശരിയല്ലേ? നമ്മൾ മുമ്പിൽ പറയാറില്ല അല്ലേ? എല്ലാവരും അങ്ങനത്തെ, എല്ലാവരും കല്യാണം കഴിഞ്ഞാൽ ഒരാൾ മാത്രമേ കല്യാണം കഴിക്കാനുള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? അത് വെച്ച് നോക്കുമ്പോൾ അതും ശരിക്കും നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് മാറുക. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ എത്ര സഫർ ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? അത് നമ്മൾ ഹാപ്പിയാണ്, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ മൂടിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഇന്നത്തെ വുമൺസ് ഡേയിൽ ഞാൻ പറഞ്ഞ് കുറേ അരമണിക്കൂറിന് മുകളിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. വി ലേഡീസ് നമ്മൾ സ്ട്രോങ് ആണ്. ഞാൻ പറയുന്നത് ലേഡീസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈൻ പവർ ഉള്ളത്, സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈൻ പവർ ഉള്ള ഒരു ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അത് നിങ്ങൾക്കും മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഇപ്പം നിങ്ങൾ പറയും ഒരു ജീവന് ജന്മം നൽകാൻ അത് ആണും പെണ്ണും വിചാരിച്ചാലേ പറ്റൂ. പക്ഷെ ജീവൻ നൽകുന്നതിൻ്റെ കൂടെ ആ ജീവൻ നിലനിർത്താനുള്ള ഒരു കഴിവ് സ്ത്രീക്ക് മാത്രമേ ഉള്ളൂ. പ്രകൃതി സ്ത്രീയെ സൃഷ്ടിച്ചത് അങ്ങനെയാണ്. അതായത് ബ്രസ്റ്റ് ഫീഡിങ്, നമ്മളൊരു കുട്ടിക്ക് ജന്മം കൊടുത്ത് ഒരു 6 മാസം ആ കുട്ടിക്ക് പുറത്തൊരു വെള്ളമില്ലെങ്കിലും ആ ജീവൻ നിലനിർത്താനുള്ള പവർ ആർക്കുണ്ട്? ശരിയല്ലേ? ഒരു സ്ത്രീക്കുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഒരു എന്താ പറയുക, ഡിവൈൻ, ഒരു പരിശുദ്ധമായ ഒരു സൃഷ്ടിയാണ് സ്ത്രീ. ആ ഒരു എന്താ പറയുക, ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് സ്ത്രീ ജീവിക്കുക. ആ ഒരു ഇമ്പോർട്ടൻസ് ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവർ സ്ത്രീയെ കാണുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ രീതിയിലും, മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും സ്ത്രീനെ മാക്സിമം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മളുടെ എന്താ പറയുക, കൂടുതൽ പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ഞാനൊരു ഫെമിനിസ്റ്റ് അല്ല, ഞാൻ നമ്മളുടെ സ്ത്രീകളുടെ ഒരു കാര്യങ്ങൾ ഉൾക്കൊണ്ട് സംസാരിച്ച് പോയി എന്നേ ഉള്ളൂ ഇന്നൊരു വുമൺസ് ഡേ ആയതുകൊണ്ട്. അപ്പം എല്ലാവരും, കാരണം വെച്ചാൽ നമ്മൾ ഒരു പെൺകുട്ടീനെ നമ്മൾ വളർത്തുമ്പം നീ അവിടെ പോകരുത് ഇവിടെ പോകരുത് അങ്ങനെ ചെയ്ത് ഈ ഡ്രസ്സ് ഇടരുത്, ആ ടൈമിൽ തിരിച്ചു വരണം, ഈ ടൈമിൽ തിരിച്ചു വരണം, ഇന്ന ഏരിയയിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നതിന് പകരം, അത് പറയണം നമ്മളൊരു അച്ചടക്ക രീതിയാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളെ കുടുംബത്തിലുള്ള ആൺകുട്ടികളെ പെൺകുട്ടികളെക്കാണെങ്കിൽ കൂടുതൽ നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം വെച്ചാൽ നീ കാണുന്ന, നിൻ്റെ കൺമുമ്പിൽ കാണുന്ന ഏത് സ്ത്രീയാണെങ്കിലും അവരെ റെസ്പെക്റ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ നീ അവരെ സപ്പോർട്ട് ചെയ്യുക. അതാണ് നമ്മളെ പാരൻസ്, നമ്മളുടെ ഫാമിലി കുട്ടികളെ പറഞ്ഞു കൊടുക്കേണ്ടത്. അതിന് പകരമായിട്ട് മാക്സിമം പെൺകുട്ടികൾക്ക് ഇടരുത്. കാരണം ഇനി വരുന്ന തലമുറയിലുള്ള ആൺകുട്ടികൾ നന്നായാൽ നമുക്ക് ഏത് ടൈമും പുറത്തിറങ്ങി നടക്കാം, ശരിയല്ലേ? ഏത് സമയം പുറത്തിറങ്ങി നടക്കാം. പീഡനങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഒരു സ്ത്രീയെ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ പീഡനം ഉണ്ടാവും, ശരിയല്ലേ? അപ്പോൾ ഇനി വരുന്ന തലമുറ നമ്മളെ കുടുംബത്തിലുള്ള ആൺകുട്ടികളെ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഈ കാര്യങ്ങളൊക്കെയാണ്. മീൻസ് റെസ്പെക്റ്റ് ചെയ്യുക. കാരണം അവർക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, മീൻസ് അവരെ പ്രായത്തിൽ കുറഞ്ഞ ഒരാളെ കണ്ട അവരെ സിസ്റ്ററായിട്ടോ ഒരു അമ്മയായിട്ടോ അവർ കൂടുതൽ പ്രായമുള്ളവരൊരു അമ്മയായിട്ടോ അതിന് പകരമായിട്ട് അവരെ ഒരു സെക്ഷലി ഇതുള്ള ഇതായിട്ട് നമുക്ക് ഫീൽ ചെയ്ത് നമ്മൾ ചെറുപ്പത്തിലേ നമ്മളെ കുട്ടികളിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സ്കൂളുകളിലും എല്ലാം ഇനി വരുന്ന ഒരു ജനറേഷൻ, അത് ആണായാലും പെണ്ണായാലും ഈക്വലി മുമ്പിലേക്ക് പോകണമെന്ന് ഞാൻ പറയുന്നില്ല, ഈക്വലി നമ്മളെല്ലാവരും പല രീതിയിൽ ഒരേപോലെ മുമ്പോട്ട് പോകണം. അതിനുള്ള അടിത്തറ നമ്മളെ കുടുംബത്തിൽ നിന്നുണ്ടാകണം. കുടുംബമാണ് ഒരു സമൂഹം ഉണ്ടാക്കുന്നത്, സമൂഹമാണ് ഒരു രാഷ്ട്രം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും, മീൻസ് ഇന്ന് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുമല്ലോ വൈഫിൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും ഗ്രാൻഡ് മദറിൻ്റെ അടുത്തും സിസ്റ്ററിൻ്റെ അടുത്തൊക്കെ ആർ യു ഹാപ്പിന്ന്. അതുപോലെ തന്നെ ഇന്നത്തെ ഇതിന് ശേഷം നിങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ, നിങ്ങൾക്ക് മീൻസ് നമ്മളിപ്പം പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് തന്നെ നിങ്ങൾ കമൻസ് ആയിട്ട് ഇടണം. അതെനിക്ക് വളരെ സന്തോഷം. കാരണം നമ്മൾ ഈ പറഞ്ഞ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇത്രയും പറഞ്ഞതിന് വലിയൊരു എഫക്റ്റ് ആവും. അതുകൊണ്ട് നിങ്ങൾ കമൻസ് ആയിട്ട് ഇടണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ കാണുന്നതും എല്ലാവർക്കും എന്താണ് ഹാപ്പി വുമൺസ് ഡേ. പിന്നെ അതുപോലെ തന്നെ പ്രോഡക്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും മുമ്പിലേക്ക് വരാം. എല്ലാവരുടെ കമൻസും നമ്മൾ ഇതിലിടണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വുമൺസ് ഡേ.